രാത്രിയായപ്പോൾ വലിയ മാമൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അമ്മമ്മയുടെ വീട്ടിൻ്റെ മുന്നിൽ തന്നെയാണ്, സെയിം കോമ്പൗണ്ടിൽ തന്നെയാണ് വലിയ മാമൻ്റെ വീടും. ഞാനും ചേച്ചിയൊക്കെ വന്നതുകൊണ്ട് മാമി പറഞ്ഞു രാത്രി അവിടേക്ക് വരാൻ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് കേട്ടോ. ഞങ്ങളൊരു 7-7:30 ആകുമ്പോഴേക്കും വേഗം അങ്ങോട്ട് നടന്നു പോയി. അമ്മമ്മേനും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. ഇവിടെ വീട്ടിലെത്തിയപ്പം തന്നെ എന്തൊരു സ്മെല്ലാണോ ബിരിയാണീൻ്റെ. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര ഇനിയിപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കുന്ന സ്മെല്ലാണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അല്ല. മാമിൻ്റെ ബിരിയാണീനെ കുറിച്ച് പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നല്ല ബിരിയാണി വയ്ക്കും. മുന്നേ ഞാൻ മാമീൻ്റെ ഒരു ഫിഷ് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ അത്. എന്തായാലും മാമിനോട് ഞാൻ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ മാമി സീക്രട്ടാണ്, അതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് കൈക്കലാക്കണം. പക്ഷെ വരുന്നതിൻ്റെ മുന്നേ ഞാനൊരു അബദ്ധം കാണിച്ചു. ഞാൻ എന്തൊക്കെയോ കഴിച്ചു. അപ്പോൾ എനിക്ക് തീരെ വിശപ്പുണ്ടായിരുന്നില്ല. ഈ ബിരിയാണി കഴിക്കണമെങ്കിൽ നല്ല വിശന്നിട്ട് കഴിക്കണം. അപ്പം ഞാൻ മാമിനോട് എനിക്ക് പാർസലാക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നത്. പിന്നെ ഇവിടെ എത്തിയിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് നല്ല വിശപ്പ് വന്നത്. ബിരിയാണീൻ്റെ കൂടെ നല്ല തേങ്ങാ ചമ്മന്തിയും സാലഡും ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി തൈര് കൂട്ടാൻ പാടില്ല എന്ന് എല്ലാവരും പറയും, പക്ഷെ എന്താ അതിൻ്റെ കാരണം എന്ന് ആർക്കും അറിയില്ല. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനും രാത്രി തൈരൊന്നും കഴിക്കാറില്ല, പക്ഷെ അന്ന് ബിരിയാണീൻ്റെ കൂടെ എങ്ങനെ തൈരില്ലാണ്ട് കഴിക്കുക. ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ബിരിയാണി. എനിക്ക് കമ്പനിക്ക് അമ്മച്ചനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ